അങ്ങനെയാണ്, വണ്ടി തവിട് പൊടിയായി. ഈ സാധാരണ വണ്ടികൾ ഇതുപോലുള്ള ക്രാഷ് കിടക്കുമ്പോൾ വണ്ടി അങ്ങ് സേഫാകും, നമ്മളെ ഒഴിവാക്കിയിട്ട്. നമുക്ക് വമ്പം ക്രാഷ് വന്നിട്ട് വണ്ടി അങ്ങ് ഒഴിവാകും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചായിരുന്നു. വണ്ടി ഫുൾ ക്രാഷായി. വണ്ടി ഇൻഷുറൻസ് ഒരാഴ്ചയായി റിന്യൂ ചെയ്തിട്ട്. 5 വർഷത്തെ ഇൻഷുറൻസിലല്ലേ കിടന്നു. പക്ഷെ ഓരോ വർഷം നമ്മൾ റിന്യൂ ചെയ്യണം, ഇല്ലെങ്കിൽ അത് റെഗുലർ ഇൻഷുറൻസ് കിടക്കും. എൻ്റെത് 3-4 ദിവസമായിട്ട് റെഗുലറായിരുന്നു ആക്സിഡൻറ്റ് നടക്കണേന്. സോ അതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് ടോട്ടൽ ലോസ് ആയില്ല. ടോട്ടൽ ലോസ് ആണെങ്കിൽ മറ്റേ B2B വേണം. വണ്ടിക്ക് 75% മേളിൽ ഇതുണ്ട്. പക്ഷേ മറ്റേ ഡിപ്രീസിയേഷനൊക്കെ പോയിട്ട് വന്നപ്പോൾ അതിൽ താഴെ വന്നു. ടോട്ടൽ ലോസ് ആയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ ടോട്ടൽ ലോസ് ആയിരുന്നു ഇനി BS6 കിട്ടുള്ളായിരുന്നുള്ളൂ. ആ സമയത്ത് BS6 ആയി. ജൂലൈ ആ സമയത്ത് BS6 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടൂലായിരുന്നു, ചിലപ്പോൾ BS6 വണ്ടി ആയിരിക്കും കിട്ടണം. സോ ഇത് തന്നെ പൊളി. സോ അതുകൊണ്ട് അങ്ങനെ രണ്ടാമത് ഇത് പണിത്. ഇത് 1,77,000 എസ്റ്റിമേറ്റ്, 73, 74 അങ്ങനെ തോന്നും. അതിലൊന്ന് 19 ക്ലെയിം കിട്ടി, ബാക്കി 50,000 കയ്യിൽ നിന്നായി. അതാണ് ഈ വണ്ടിയുടെ ഒരു ചരിത്രം. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതാണ് അവനെ, മനസ്സിലായില്ലേ? പുതിയ ചെയ്സാണ്. അവനെ ഞാൻ ഒരിക്കലും കൊടുക്കൂല. സോ ചെയ്സ് ഇനി ആരും വാങ്ങാൻ വരാൻ വേണ്ട ഒരിക്കലും. ഞാൻ സൂപ്പർ ബൈക്ക് എടുത്താലും ഒരിക്കലും എടുക്കൂല. പക്ഷെ എന്നാലും എടുത്താൽ പോലും ഞാൻ ഇവനെ കൊടുക്കൂല.